ലോകത്തെ പോലീസ് ചമയുന്ന ആ അമേരിക്കൻ ഭരണാധികാരി അദ്ദേഹത്തിന്റെ നാട്ടുകാർ വരെ വട്ടൻ ഭ്രാന്തൻ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ലോക സമാധാനത്തിന്റെ നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടി ചെപ്പടി വിദ്യകൾ ഇറക്കി ഏതെങ്കിലും രാജ്യങ്ങൾ തമ്മിലടിക്കുമ്പോൾ തന്റെ നിശ്ചയിച്ച ആയുധങ്ങൾ അവിടെ ചെലവായി തീർന്നു എന്ന് കാണുമ്പോ ഇനി ഉണ്ടാക്കിയെടുക്കാനുള്ള സമയത്തേക്ക് തൽക്കാലം വലിയ സമാധാനത്തിന്റെ അപ്പോസ്തലനായി കടന്നു വന്ന് അതാ സമാധാനം ഞാൻ ഉണ്ടാക്കി, ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള യുദ്ധം ഞാൻ അവസാനിപ്പിച്ചു എന്ന് എല്ലാ കാര്യങ്ങളും തന്റെ തലയിലൂടെ ഓടുന്നു എന്ന ഒരു പ്രത്യേക അഹങ്കാരം നടിക്കുന്ന ഭരണാധികാരി രാജ്യങ്ങളെ വെട്ടിപ്പിടിക്കാനും ഭരണാധികാരികൾ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ടവരെ തന്നെ റാഞ്ചിക്കൊണ്ടുപോകാനും അതുപോലെ ഓരോ പ്രദേശങ്ങളിലും അസ്വസ്ഥത സൃഷ്ടിക്കാനും ആ സൃഷ്ടിക്കുന്ന സമയത്ത് ഏകോപിച്ച തീരുമാനമെടുക്കാനുള്ള ഇന്റർനാഷണൽ വേദികളൊക്കെ നോക്കുകുത്തികളാക്കി എത്രയോ കാലമായി പറ്റിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കക്കാരൻ ആ ഭരണാധികാരി ഇനി അത്തരം ഒരു കൂട്ടായ്മയിലും ഞാനില്ല എന്ന ധിക്കാരം പറയുന്നിടത്തെത്തിയിട്ടുണ്ട്. പക്ഷേ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ചരിത്രത്തിൽ ഇങ്ങനത്തെ കിങ്കരന്മാരും ഭീകരന്മാരും കഴിഞ്ഞകാല ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ചവറ്റുകൊട്ടയിലേക്ക് ചരിത്രം ഒരു വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അതേസമയം സമാധാനപ്രിയരായ നല്ല ഭരണാധികാരികളും നന്മയുടെ വക്താക്കളും പിൽക്കാലത്ത് വളരെ വ്യക്തമായി പുകഴ്ത്തപ്പെടുന്ന, ഓർമ്മിക്കപ്പെടുന്ന, അനുസ്മരിക്കപ്പെടുന്ന പദവിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് പ്രതിസന്ധികൾ ഇത്തരം പശ്ചാത്തലങ്ങളിൽ ഒരുപക്ഷെ ജീവിതത്തിൽ കൂടി വന്നേക്കാം. ദുനിയാവിൽ അങ്ങനത്തെ എന്തു പ്രതിസന്ധികൾ ഉണ്ടായാലും നഷ്ടം വരാത്ത ഒരു വിഭാഗം ജനങ്ങളാണ് പരിശുദ്ധ ഖുർആനിന്റെ അനുയായികൾ. ഖുർആനിനെ അംഗീകരിച്ച് അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ച് വിശ്വസിച്ച ഈമാനുള്ളവർക്കറിയാം മരണം യഥാർത്ഥ ജീവിതത്തിന്റെ തുടക്കമാണ്. പക്ഷേ മരിക്കുന്നത് വരെ ഒരു പരീക്ഷാ ഹാളിലേക്ക് നിയോഗിക്കപ്പെട്ട വിദ്യാർത്ഥിയുടെ ജാഗ്രതയോടെ എക്സാം എഴുതി പൂർത്തിയാക്കാൻ നമുക്ക് കഴിയണം. എക്സാം എഴുതാൻ വന്ന ഹാള് വളരെ മോശമാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പരീക്ഷ എഴുതൂല എന്ന് ദുനിയാവിൽ വെച്ചുകൊണ്ട് പറഞ്ഞാൽ യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള പരീക്ഷ തോറ്റുപോകും. മാത്രമല്ല അവിടെ കുറെ സമയം കിട്ടുമെന്ന് കരുതിയാൽ പേപ്പർ സമയമാകുമ്പോ വാങ്ങാൻ വരുന്ന സൂപ്പർവൈസർ മലക്കുൽ മൗത്ത് ഇസ്രായീൽ ഒരു സെക്കൻഡ് പോലും അനുവദിക്കാത്ത കണിശക്കാരനാണ്. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടിരിക്കുന്നത്. അതേസമയം ഇത്ര വൃത്തികെട്ട ദുനിയാവിൽ നിന്ന് നേരത്തെ പോകാൻ ഒരു ചെപ്പടി വിദ്യ ഉപയോഗിച്ച് ആത്മഹത്യ പോലെയുള്ള അപകടങ്ങളിലേക്ക് പോയാലോ നിതാന്ത ജീവിതത്തിന്റെ സ്വർഗം നഷ്ടമാകുന്ന, നരകത്തിലേക്ക് ആപതിക്കുന്ന, ചിന്തിക്കാനാകാത്ത പരാജയത്തിലേക്ക് മാറിപ്പോകും. ഇവിടെയാണ് ഒരു ബുദ്ധിയുള്ള ഹാഫിദ്, ഒരു ബുദ്ധിയുള്ള ആലിമ്, ഈ രണ്ടു കൂട്ടരെയും സ്നേഹിക്കുന്ന മുഹിബ്ബീങ്ങളായ ദീനിന്റെ ആളുകൾ അടിയുറച്ച വിശ്വാസത്തിൽ നിന്നുകൊണ്ട് പ്രതിസന്ധികളൊന്നും എനിക്ക് പുത്തരിയല്ലെന്നും അള്ളാഹുവിന്റെ ദീനിൽ നാം ക്ഷമിച്ച് ജീവിക്കേണ്ടവരാണെന്നും ഒരു നിരപരാധിയെ, ഒരു സഹജീവിയെ പോലും എന്റെ കൈകൊണ്ടോ നാവുകൊണ്ടോ ആക്രമിക്കാൻ പാടില്ലെന്നുമുള്ള വ്യക്തമായി ഇസ്ലാമിന്റെ ചിട്ട പാലിച്ചുകൊണ്ട് ജീവിക്കുകയും നേരെ വിരുദ്ധമായ ആരോപണങ്ങൾ അതാ പടച്ചുവിട്ട് ഈ സമുദായത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ മനസ്സില്ല ഒറ്റപ്പെടാനെന്നും പരാജയപ്പെടാൻ ഞങ്ങൾ ഇല്ലെന്നും വ്യക്തമായി വിളിച്ചു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നവർ ഒരുപാട് രക്തസാക്ഷികളെ ലോകം ആദരിക്കുന്നുണ്ട്. ഒരുപക്ഷെ അങ്ങനെയൊക്കെ ഒരു സാഹചര്യം പോലും ഏകപക്ഷീയമായ ആക്രമണത്തിലുണ്ടായാൽ പോലും അള്ളാഹുവിന്റെ താൽക്കാലികമായ ജീവിതത്തിന്റെ ഇടമായി നമുക്ക് പരിചയപ്പെടുത്തിയ ദുനിയാവിലെ അത്തരം നഷ്ടങ്ങൾ ഒരിക്കലും നമ്മുടെ ആഖിറത്ത് ബാധിക്കാൻ പാടില്ല. അതുകൊണ്ട് ആ പ്രതലത്തിൽ നിന്നുകൊണ്ട് വിശ്വാസത്തെ മുറുകെ പിടിച്ച് ഹിദായത്തിലും ഇസ്തിഖാമത്തിലും തഖ്വയിലും അധിഷ്ഠിതമായി അള്ളാഹു തരുന്ന പരീക്ഷണങ്ങളൊക്കെ എന്റെ ഉഖ്റവിയായ ജീവിതത്തിന്റെ വിജയത്തിന് എനിക്ക് ഉപകരിക്കത്തക്ക നിലയിൽ ഞാനത് സാർത്ഥകമാക്കണമെന്ന ചിന്താഗതിയോടെ
ഹാഫിദുകളും ആലിമുകളും ദീനിന്റെ ചിട്ടയുള്ള മക്കളും കുടുംബങ്ങളുമായി നമുക്ക് ധൈര്യസമേതം മുന്നോട്ട് പോകാം. ആധുനിക പളപളപ്പിൽ ഉന്നത വിദ്യാഭ്യാസം എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന ഭൗതിക വിദ്യാഭ്യാസത്തെ മാത്രം ആശ്രയിച്ച് എന്റെ മകൾക്ക് ജോലിയാകട്ടെ, മകന് ജോലിയാകട്ടെ, അവള് ഡോക്ടറാണെന്ന് പറയട്ടെ, എഞ്ചിനീയർ ആണെന്ന് പറയട്ടെ എന്ന നിലക്ക് പഠിപ്പിച്ചു വരുന്നവരുടെ ദുരന്തപൂർണമായ അവസ്ഥാവിശേഷം പല അരമനയ്ക്കുള്ളിലും വിങ്ങിപ്പൊട്ടി കരയുന്നത് ഈ നാട്ടിലടക്കം ഗ്രാമങ്ങളിലടക്കം ഇന്ന് സർവത്ര കാഴ്ചയാണെങ്കിൽ, ഉമ്മമാരെ ഉപ്പമാരെ, ഹാഫിദുകളെ പെറ്റ, ഹാഫിദുകളെ സമ്മാനിച്ച, ദീനീ രംഗത്തേക്ക് മക്കളെ പറഞ്ഞുവിടാൻ തയ്യാറായ ഉപ്പമാരെ പോലെ ഉമ്മമാരെ പോലെ ഭാഗ്യവതികളും ഭാഗ്യവാന്മാരും വേറെയില്ല. അത് ഇൻഷാ അല്ലാഹ് മുഖറബായ ഇബാദുകളിൽ പെടുന്ന യഥാർത്ഥ ആലിമായി ഹാഫിദായി ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന അവസ്ഥ വരുമ്പോഴാണ് അവരെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുക. നാളെ ആഖിറത്തിലെ സ്വർഗത്തിലെ ആ ഉന്നതമായ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴാണ് എന്റെ മകനെ ഞാൻ ആ മാർഗത്തിലേക്ക് വിട്ടതിന്റെ പുണ്യം തിരിയുക. അവരെ ജീവിതത്തിൽ അല്ലാഹു പരാജയപ്പെടുത്തുകയുമില്ല. അവരത് ലക്ഷ്യം വെച്ചവരല്ല, പക്ഷേ ദുനിയാവിൽ അവരെ പരാജയപ്പെടുത്തൂല. നാം വലിയ പണത്തിന്റെ പിന്നാലെയുള്ള ഇന്നത്തെ ഓട്ടത്തിന്റെ ആ ഒഴുക്കിനനുസരിച്ച് അതിലൂടെ ഒഴുകിപ്പോകാൻ ശ്രമിച്ചു പോയാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒഴുകിയെത്തുന്ന സ്ഥലം സുരക്ഷിതമല്ലെന്ന വ്യക്തമായ ബോധ്യം എല്ലാവർക്കും വേണം. അതേ സമയം ആ ഒഴുക്ക് വരുമ്പോൾ ഒഴുക്കിനെതിരെ നീന്താനും അള്ളാഹുവിന്റെ പരിശുദ്ധതയിൽ അടിയുറച്ചു നിൽക്കാനും ത്യാഗത്തിന്റെ പൂർണ്ണതയിലെത്തുന്ന മഹാന്മാരായ മുൻഗാമികളുടെ പാത അവലംബിക്കാനും നമുക്ക് തയ്യാറായി നിൽക്കാൻ നമ്മൾക്ക് സഹിക്കാൻ കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്വർഗത്തിന്റെ പട്ട് ആ പരവതാനി മുഴുവൻ വിരിച്ച ഒരിക്കലും മരിക്കാത്ത ജീവിതത്തിന്റെ ഉടമകൾ അഥവാ അവിടെ സുഖ സുഷുപ്തിയിലായി ജീവിക്കാൻ കഴിയുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് അള്ളാഹു നമ്മളെ കൊണ്ടെത്തിക്കും. അതാണ് നമ്മുടെ ലക്ഷ്യമാകേണ്ടത്. ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ദീനിയായി ചിട്ടപ്പെടുത്തുക. ആരാലും എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും മൂമിനിനെ ഈമാനിൽ നിന്ന് തെറ്റിക്കാൻ ഒരാൾക്കും സാധ്യമല്ലെന്ന നിലയിൽ ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, ഹഖിന്റെ മേൽ വെളിവായൊരു വിഭാഗം ഏത് പ്രതിസന്ധികൾ വന്നാലും ആരെ എന്ത് നഷ്ടപ്പെടുത്തേണ്ടി വന്നാലും ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കും. ഈസാ നബി അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിലുള്ള പതാകവാഹകരുടെ ഗണത്തിൽ എന്റെ പരമ്പര ചെന്നെത്തണമെന്ന കൊതിയോടെ ആ പരിശുദ്ധമായ ദീനിന്റെ ചരടിൽ കോർക്കപ്പെട്ട മുത്തുമണികളായി നമ്മുടെ പരമ്പരയെ സംവിധാനിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമം നടത്തുക. താൽക്കാലിക ജീവിതങ്ങളുടെ നീളം മാത്രമേ ഉള്ളൂ. വിലസിയ പലരെയും നമുക്ക് ഈ ലോകത്ത് വെച്ച് തന്നെ നഷ്ടപ്പെട്ടവരായി കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പാഠങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഒരു പക്ഷേ അവരാർക്കു വേണ്ടി കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയോ അത് മുഴുവൻ അവർക്കെതിരായി വരുന്ന നിമിഷങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ മാത്രമുള്ള മക്കളെ ഇവിടെ കിട്ടാതെ വന്ന് തകർന്നു തരിപ്പണമായവർ, ഒറ്റപ്പെട്ടു പോയവരുടെ സ്വത്തുക്കൾ കടിച്ചു കീറാൻ നാല് സൈഡിൽ നിന്നും വരുന്ന നായ്ക്കളുടെ മുന്നിൽ ശവം പോലെ ഇട്ടുകൊടുത്തു പോയി അതാ ജീവിതം നഷ്ടപ്പെടുത്തി പേക്കോലങ്ങളായി ഖബറിലേക്ക് എടുത്തു വെക്കപ്പെട്ടവർ. ഇതൊക്കെ നമ്മുടെ ചുറ്റുപാടും സാർവത്രികമായി വരുമ്പോ നാം വളരെ വ്യക്തമായ അള്ളാഹുവിന്റെ ഈമാനിൽ അടിയുറച്ചു നിൽക്കുക. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അഗ്നിഗോളം കടവാപ്പല്ലുകൊണ്ട് കടിച്ചു പിടിച്ച, അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിച്ച പ്രതീതിയിൽ ഇന്ന് ദീനിനെ മുറുകെ പിടിച്ചു നിൽക്കണം. അല്ലെങ്കിൽ നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല. മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅത്തി ഷഹീദ്. നമുക്ക് ഹാഫിദുകളും ആലിമുകളും ഹിഫ്ദും ഇൽമും എഞ്ചിനീയറിംഗും ഡോക്ടറേറ്റും എല്ലാം ചേർത്ത് വളരെ വ്യക്തമായ ഒരു ദിശാബോധമുള്ള സമൂഹമായി ആരാലും തെറ്റിദ്ധരിക്കപ്പെടാതെ ഒരു കാലത്ത് ജീവിച്ച് പെരുമയും ഒരുമയും അതുപോലെ ഇസ്സത്തും ഇവിടെ വെളിച്ചത്ത് കൊണ്ടുവന്ന മുൻഗാമികളുടെ പാത പിൻപറ്റി നമുക്ക് മുന്നോട്ട് പോകാം. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.